ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിൽ പെയ്തിറങ്ങിയ ശക്തമായ പേമാരിയെ തുടർന്ന് ജനജീവിതം ദുസ്സഹമായ സാഹചര്യത്തിൽ യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങളുമായി മുനിസിപ്പാലിറ്റി മന്ത്രാലയം രംഗത്തിറങ്ങിയിരിക്കുകയാണ്. രാജ്യത്തിന്റെ വിവിധ മുനിസിപ്പാലിറ്റികളും പൊതുനിരത്തുകളിലും രൂപപ്പെട്ട വെള്ളക്കെട്ടുകൾ നീക്കം ചെയ്യുന്നതിനായി അതീവ ജാഗ്രതയോടെയുള്ള നടപടികളാണ് ഭരണകൂടം സ്വീകരിച്ചിരിക്കുന്നത്. മുനിസിപ്പാലിറ്റി വകുപ്പുകൾക്ക് പുറമെ പബ്ലിക് വർക്ക്സ് അതോറിറ്റിയായ അഷ്ഗാൽ, ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള സുരക്ഷാ ഏജൻസികൾ എന്നിവർ സംയുക്തമായാണ് ഈ ദൗത്യത്തിൽ പങ്കാളിയായിരിക്കുന്നത്. അപ്രതീക്ഷിതമായി എത്തിയ ശക്തമായ മഴയിൽ താഴ്ന്ന പ്രദേശങ്ങളും പ്രധാന പാതകളും വെള്ളത്തിനടിയിലായതോടെ ഗതാഗത തടസ്സവും ജനങ്ങൾക്ക് പ്രയാസങ്ങളും നേരിട്ടിരുന്നു. ഇത് പരിഗണിച്ചാണ് അടിയന്തരമായി മഴവെള്ളം പമ്പ് ചെയ്ത് നീക്കം ചെയ്യുന്നതിനായി പ്രത്യേക ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചത്. മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഇതിനോടകം തന്നെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഏകദേശം 7,23,00,000-ലധികം ഗാലൻ മഴവെള്ളം നീക്കം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. കൃത്യമായി പറഞ്ഞാൽ 7,23,17,200 ഗാലൻ വെള്ളമാണ് ടാങ്കറുകൾ ഉപയോഗിച്ച് സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറ്റിയത്. ഈ വമ്പിച്ച ദൗത്യം പൂർത്തിയാക്കുന്നതിനായി 544 ടാങ്കറുകളും 36 പമ്പുകളുമാണ് രാപ്പകൽ വ്യത്യാസമില്ലാതെ സജ്ജീകരിച്ചിരിക്കുന്നത്. ഏകദേശം 12,000-ലധികം തവണകളാണ് ടാങ്കറുകൾ വെള്ളം നീക്കം ചെയ്യുന്നതിനായി നിരത്തിലിറങ്ങിയത്. വിവിധ വകുപ്പുകളിൽ നിന്നുള്ള 800-ലധികം വരുന്ന ജീവനക്കാരും തൊഴിലാളികളും അടങ്ങുന്ന വൻ സൈന്യം തന്നെ ഈ ശുചീകരണ പ്രവർത്തനങ്ങളിൽ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. വെള്ളക്കെട്ടുകൾ നീക്കം ചെയ്യുന്നതിനോടൊപ്പം റോഡുകളിലെ ചെളിയും മറ്റ് മാലിന്യങ്ങളും നീക്കം ചെയ്ത് ഗതാഗതം പുനഃസ്ഥാപിക്കാനും അധികൃതർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് പരാതികൾ അറിയിക്കുന്നതിനായി മന്ത്രാലയം ഏർപ്പെടുത്തിയ ഏകീകൃത കോൾ സെന്ററിലേക്ക് അപ്രതീക്ഷിതമായ തിരക്കാണ് അനുഭവപ്പെടുന്നത്. വിവിധ ഇടങ്ങളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് സംബന്ധിച്ച് 1452 പരാതികളാണ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മന്ത്രാലയത്തിന് ലഭിച്ചത്. ഇതിൽ അടിയന്തര പ്രാധാന്യമുള്ള 462 പരാതികൾ ഉടനടി പരിഹരിക്കാൻ സാധിച്ചെന്നത് ദൗത്യത്തിന്റെ വേഗത വ്യക്തമാക്കുന്നു. ബാക്കിയുള്ള 990 പരാതികളിൽ അന്വേഷണം നടത്തുകയും വെള്ളം നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയും ചെയ്യുകയാണ്. ഓരോ മുനിസിപ്പാലിറ്റി പരിധിയിലും പ്രത്യേക ടീമുകളെ നിയോഗിച്ചാണ് പരാതികൾക്ക് പരിഹാരം കാണുന്നത്. പ്രധാന ഹൈവേകളിലും അണ്ടർപാസുകളിലും വെള്ളം കയറുന്നത് ഒഴിവാക്കാൻ അഷ്ഗാലിന്റെ നേതൃത്വത്തിൽ ഡ്രൈനേജ് സംവിധാനങ്ങൾ തുടർച്ചയായി നിരീക്ഷിച്ചു വരികയാണ്. നിലവിൽ എല്ലാ മുനിസിപ്പാലിറ്റികളും മഴവെള്ളം ഒഴിപ്പിക്കാൻ പ്രവർത്തനം വിജയകരമായി തുടരുകയാണെന്നും മന്ത്രാലയം അറിയിച്ചു. റോഡുകളുടെയും പൊതുസ്ഥലങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനായി സാങ്കേതിക വിദഗ്ധർ അടങ്ങുന്ന സംഘം നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം തുടരാൻ സാധ്യതയുള്ളതിനാൽ വരും ദിവസങ്ങളിലും മുൻകരുതൽ നടപടികൾ തുടരും. പൊതുജനങ്ങൾ അനാവശ്യമായി വെള്ളക്കെട്ടുകളുള്ള ഇടങ്ങളിലേക്ക് ഇറങ്ങരുതെന്നും അധികൃതരുടെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഖത്തറിലെ ഗതാഗത സംവിധാനവും ജനജീവിതവും എത്രയും വേഗം സാധാരണ നിലയിലേക്ക് കൊണ്ടുവരിക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും മന്ത്രാലയ വക്താക്കൾ വ്യക്തമാക്കി. ആധുനിക സജ്ജീകരണങ്ങളും കാര്യക്ഷമമായ ഏകോപനവും വഴി മഴക്കെടുതിയെ അതിജീവിക്കാനുള്ള ഖത്തറിന്റെ ശ്രമങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശ്രദ്ധ പിടിക്കുന്നുണ്ട്.